ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ച സംവിധാനങ്ങളെല്ലാം ആലോചിച്ചു നോക്കിയാൽ മഹാ അത്ഭുതമാണ്. അതിലൊരണുവായിരിക്കുന്ന നമ്മെ ചലിപ്പിക്കുന്ന മനസ്സ്, ബുദ്ധി, ശരീരം മുതലായ അവയവങ്ങൾ, ഇവയെല്ലാം ആ ജഗന്നിയന്താവിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇവിടെ ചേഷ്ടിക്കുന്നു. എന്നാൽ അവയ്ക്ക് അതിനെ ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക്, അതായത് വേണ്ടാത്ത വഴിയിലേക്ക് പോകുന്ന മനസ്സിനെ വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന ഒരു സംവിധാനം ഓരോ വ്യക്തിയുടെയും അന്തർഭാഗത്ത് നിക്ഷേപിച്ചു വച്ചിരിക്കുന്നു. അതിനനുസരിച്ച് ചേഷ്ടിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതിനാൽ ഈശ്വരൻ്റെ സംവിധാനത്തെക്കുറിച്ച് നിരന്തരം നാം ബോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിച്ചിരുന്ന എത്രയെത്ര ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇവിടെയാണ്. എല്ലാം നാശത്തിന് വിധേയമാണ്. അപ്രകാരമാണ് നമ്മളും ഇവിടെ വന്നു, ഒന്ന് മെന്നി, അതിനുശേഷം ഇവിടെ നിന്നും തിരോഗമിക്കുന്നു. ഉലകമൊക്കെയടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചു പോയിരു സർവവും. അലകണക്ക് ഇരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവയ്ക്കൊല അതിനലിവ് വയ്ക്കണമെൻ്റെ മേൽ. ഒരു കവി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയം ആക്കാൻ വേണ്ടിയുള്ള സൂത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഉലകമൊക്കെയടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും. ഈ ലോകം അടക്കി വാണിരുന്ന എത്ര ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്നെവിടെയാണ്? ഒരു ചിത്രശലഭത്തിൻ്റെ കാലം എത്ര കുറച്ച് മാത്രമാണ്. ഏതാനും മണിക്കൂറുകളെ കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി അത് ചിറക് കൊഴിഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുന്നു. അല്പസമയം മാത്രമേ ചിത്രശലഭത്തിന് ആയുസ്സുള്ളൂ. അപ്രകാരം തന്നെയാണ് ശലഭമെന്ന കണക്കയൊക്കെ. ഒരു മനുഷ്യൻ്റെ 100 ആയുസ് എന്ന് പറയുന്നത് കാലത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ എത്ര നിസാരമാണ്. അതുപോലെ ഒരു മനുഷ്യന് 100 വർഷം ജീവിക്കുന്ന പ്രതീതിയാണ് ഒരു ചിത്രശലഭത്തിന് മണിക്കൂറുകളോളം ഉള്ള വാസം. നമുക്ക് 100 എന്ന് പറയുന്ന വലിയ സംഖ്യ, എന്നാൽ അവർക്ക് മണിക്കൂറുകൾ വലിയ സംഖ്യ തന്നെയാണ്. അത്തരത്തിലുള്ള ഘടനയോടുകൂടിയാണ് അവയുടെ മനസ്സും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉലകമൊക്കെ അടക്കി വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചു പോയിരു സർവവും. അലകണക്ക ഇരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ. ഈ വിഷയങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കി തരികയാണ്. ശബ്ദസ്പർശ രൂപ രസഗന്ധം ഇവയിലാണ് സുഖം എന്ന് ഭ്രമിച്ച് അവയുടെ പിന്നാലെ നാം ഓടിക്കൊണ്ടിരിക്കുന്നു. മരുഭൂമിയിൽ കാണുന്ന ജലാശയത്തിനായി മാൻകൂട്ടം ഓടുന്നത് പോലെ അലകണക്കെ അലകൾ പോലെയാണ്, തിരകൾ പോലെയാണ്. സമുദ്രത്തിൽ തിര, കടലിൽ തിര പോലെ. ആ തിര, ഒരു തിരയുണ്ടായി, അത് കരയോട് വന്നു. ആ തിര ഇല്ലാതെയായി മറ്റൊരു തിരകൾ വരുന്നു. അലകണക്ക ഇരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ. ഈ വിഷയജാലങ്ങളെല്ലാം ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എല്ലാം തന്നെ അലകൾ പോലെ വരുന്നത് പോലെ പോവുകയും ചെയ്യുന്നു. ഒന്നും ഇവിടെ സ്ഥായിയായി നിൽക്കുന്നില്ല. അത് ഓരോ വ്യക്തിയും ആ വിഷയങ്ങളിൽ അവനവൻ്റെ മനോഭാവത്തിനനുസരിച്ച് അത് സുഖമായോ ദുഃഖമായോ അനുഭവവേദ്യമാക്കുന്നു. ചിലർക്ക് സുഖമായി തോന്നുന്നത് മറ്റൊരാൾക്ക് ദുഃഖമായിട്ടാണ് അനുഭവമാകുന്നത്.
വേറൊരാൾക്ക് ദുഃഖമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സുഖമായും തോന്നുന്നു. അപ്പോൾ ആ സുഖദുഃഖങ്ങൾ ആപേക്ഷികം മാത്രമാണ്, ആ വസ്തുവിനെ അപേക്ഷിച്ചാൽ. നല്ല തണുപ്പ് കാലത്ത് നമുക്ക് കമ്പിളിപ്പുതപ്പ് സുഖത്തെ തരുന്നു. അതേ കമ്പിളിപ്പുതപ്പ് വേനൽക്കാലത്ത് നമുക്ക് ദുഃഖത്തെ തരുന്നു. അതുപോലെ കാറ്റ് വീശുന്ന ഒരു ഫാൻ നമുക്ക് വേനൽക്കാലത്ത് ഉറ്റമിത്രമായി ഭവിക്കുന്നു, തണുപ്പ് കാലത്ത് അത് ദുഃഖപ്രദമായും ഭവിക്കുന്നില്ലേ? ഒരേ വസ്തു തന്നെ ഒരു വ്യക്തിക്ക് തന്നെ വ്യത്യസ്തമായ അവസരങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ തരുന്നു. എന്നാൽ വ്യത്യസ്തരായ വ്യക്തികൾക്ക് ഒരേ വസ്തു തന്നെ വിപരീതമായ അനുഭവങ്ങളും ഉണ്ടാകാമല്ലോ. അതുകൊണ്ടാണ് അല കണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ. ഈ വിഷയജാലങ്ങളെല്ലാം തന്നെ വരുകയും പോവുകയും ചെയ്യുന്നതാണ് അലകൾ, തിരമാലകൾ പോലെ. അതിൽ നമ്മൾ ഭ്രമിക്കരുത്. അല കണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവയ്ക്കൊല അതിനലിവ് വെക്കണമെൻ്റെ മേൽ. അതിലൂടെ അലഞ്ഞ് എൻ്റെ ആയുഷ്കാലം നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുതേ. അതിന് ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എന്നിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഉലകമൊക്കെ വാണൊരു ചക്രവർത്തി സമൂഹവും ശലഭമെന്ന കണക്കയൊക്കെ നശിച്ചു പോയിതു സർവവും. അലകണക്കയിരുന്നിടുന്നൊരു വിഷയജാലമതിങ്കൽ നീ അലയുവാനിടവയ്ക്കൊല അതിനലിവ് വെക്കണമെൻ്റെ മേൽ.